പ്രോഗ്രാം നമ്പർ 52 52. ഓ രാജഗോപാൽ. പേര് രണ്ട് മഹാരഥന്മാർ. ശാരികേ ശാരികേ സിന്ധു ഗംഗാ നദീതീരം വളർത്തിയ ഗന്ധർവ ഗായികേ. ശാരികേ ശാരികേ സിന്ധു ഗംഗാ നദീതീരം വളർത്തിയ ഗന്ധർവ ഗായികേ. പാടുക നീനി പുരുഷാന്തരത്തിലെ ബഹോജ്വലങ്ങളാം സൂര്യഗായത്രികൾ. പാടുക നീനി പുരുഷാന്തരത്തിലെ ഭാവോജ്വലങ്ങളാം സൂര്യഗായത്രികൾ. പണ്ടു നിൻ സംഗീത തീർത്ത കരകളിൽ വർണ്ണകുടീരങ്ങൾ നിർമ്മിച്ചിരുന്നവർ. അദ്വൈതസാരം മുളയ്ക്കുവാനീ മണ്ണിൽ തത്വമസിയുടെ വിത്ത് വിതച്ചവർ, മുത്തു വിതച്ചവർ. വിത്തു വിതച്ചവർ, മുത്തു വിതച്ചവർ. തിരുനാവായ നാവാമുകുന്ദ ഹൈസ്കൂളിലെ ഏതാണ്ട് 20 വർഷത്തോളമുള്ള എൻ്റെ അധ്യാപക ജീവിതം ഏറെ സഫലവും മനോഹരവുമായിരുന്നു. അങ്ങനെയിരിക്കെയാണ് വിധി എന്നെ പാലക്കാട് ജില്ലയിലെ പരുതൂരിൽ എത്തിച്ചത്. ഇംഗ്ലീഷ് ഭാഷയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനായിരുന്നു ചാൾസ് ഡിക്കൻസ്. അദ്ദേഹത്തിൻ്റെ ഡേവിഡ് കോപ്പർഫീൽഡ്, ഒലിവർ ട്വിസ്റ്റ്, എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്നീ കൃതികൾ ഇനിയും ലളിതമാകാൻ പറ്റാത്ത വിധത്തിൽ ലളിതമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇന്ത്യയെ കീഴടക്കി 400 വർഷം ഭരിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഒരു സാധാരണ ഗുമസ്തനായിരുന്നു അദ്ദേഹം. മരക്കസേരയിൽ ഒരു ദിവസം 18 മണിക്കൂറോളം ജോലി ചെയ്തിരുന്ന അദ്ദേഹം അതിനാൽ തന്നെ തൻ്റെ മനസ്സും ആശയങ്ങളും വുഡനിങ്ങിന് വിധേയമായി എന്ന് സ്വയം പരിഹസിച്ചിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിലെ വുഡനിങ് എന്ന പ്രയോഗം അങ്ങനെയാണ് വന്നത്. തിരുനാവായിലെ സ്നേഹാന്തരീക്ഷത്തിൽ നിന്ന് പരുതൂരിലെത്തിയപ്പോൾ ഒലിവർ ട്വിസ്റ്റ് എന്ന പുസ്തകത്തിലെ അതിക്രൂരനായ ബിൽ സാക്സ് എന്ന കഥാപാത്രം നാൻസി എന്ന സ്ത്രീയെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴാണ് ഫാഗിൻ എന്ന വൃദ്ധനായ യഹൂദൻ അവിടെ എത്തുന്നത്. അപ്പോൾ ബിൽ സാക്സ് ഇങ്ങനെ ചോദിക്കുന്നൊരു രംഗമുണ്ട്. വാട്ട് എവിൽ വെന്റ് ഹാവ് ബ്രോട്ട് യു ഹിയർ? ഏത് എവിൽ വിൻഡാണ് എന്നെ പരുതൂരിലെത്തിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ദിവസവും ജീപ്പിന് പോകാൻ കോപ്പില്ലാത്തതിനാൽ ഞാൻ ട്രെയിനിന് 6 മാസം വീതം സീസൺ ടിക്കറ്റ് എടുത്തിരുന്നു. വൈകുന്നേരം ഒരു 5 മണിക്ക് കുട്ടികളും അധ്യാപകരും എല്ലാം സ്ഥലം വിട്ട ശേഷം ഞാൻ സാധാരണ സ്കൂളിൽ നിന്ന് പുറപ്പെടും. സ്കൂളിലെ പ്യൂൺ ഫസലാക്ക അദ്ദേഹം ഈടം മരിച്ചു. ഒരു മൂലയിൽ എവിടെയെങ്കിലും ഇരുന്ന് എന്തൊക്കെയോ വായിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. സ്കൂൾ ഗേറ്റ് കടന്ന് അത്താണിക്കൽ കുടുംബക്കാരുടെ ഇടവഴിയിലെത്തുമ്പോഴേക്കും എന്തെങ്കിലും ആവശ്യങ്ങളുമായി പല ഉമ്മമാരും വേലിക്കൽ കാത്തു നിൽക്കുന്നത് കാണാം. പലപ്പോഴും ചെറിയ എന്തെങ്കിലും പണത്തിന്റെ ആവശ്യമാകും. മേസ്റ്റേ, കായുണ്ടെങ്കിൽ ഒരു 500 രൂപ ഇങ്ങോട്ട് തരൂ. കുട്ടിയുടെ കായ് വന്നിട്ട് ഉടനെ തരാം. പലപ്പോഴും എൻ്റെ കയ്യിൽ പണം ഉണ്ടാകും. ആയതിനാൽ ഞാനത് ഏറെ സന്തോഷത്തോടെ അവർക്ക് കൊടുക്കുകയും ചെയ്യും. അതിനാൽ ഞാൻ ഏറെ സന്തോഷത്തോടെ അത് ചെയ്തിരുന്നു. പക്ഷേ പറയാതെ വയ്യല്ലോ, വളരെ കണിശമായി തിരിച്ചു വരികയും ചെയ്യുമായിരുന്നു അവർ. പറഞ്ഞ സമയത്ത് തന്നെ. നമ്മുടെ ഗ്രാമങ്ങളിലെ സ്ത്രീകളുടെ നൈർമല്യവും സ്വഭാവശുദ്ധിയും വേറെ ഒരു ലോകത്തും കിട്ടില്ല. ഒരിക്കൽ സാധാരണ പോലെ ഞാൻ പാടവരമ്പിലൂടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കവേ പള്ളിപ്പുറത്തെ ഏതൊക്കെയോ സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുറേ ഉണ്ടകുട്ടികൾ ഓടി വന്ന് എൻ്റെ ചുറ്റും കൂടി. എൻ്റെ ഏതോ നോട്ട് പുസ്തകത്തിൽ നിന്ന് വലിച്ചു കയറിയ എഴുതിയൊരു കടലാസ് എൻ്റെ നേരെ നീട്ടി. അതിലിങ്ങനെ എഴുതിയിരുന്നു: സർ, ഇപ്പോഴെല്ലാവരും ഫുട്ബോൾ കളിക്കുന്ന കാലമാണല്ലോ. ഞങ്ങൾക്കൊരു പന്ത് വാങ്ങണം എന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ പണമില്ല. ഒരു 10 രൂപ തന്ന് സഹായിക്കണം.
അപ്പോൾ ദൂരെ നിന്ന് പാണി മാസ്റ്റർ ഒരു ചുവന്ന ഷർട്ടും ഇട്ടുകൊണ്ട് അഞ്ചുമൂലയിൽ നിന്ന് ബസ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം കുട്ടികളോട് ചോദിച്ചു, എന്താ കൊച്ചുങ്ങളെ നിങ്ങൾ മാഷ വഴിയിൽ പിടിച്ചു വെച്ചിട്ടുള്ളത്? അദ്ദേഹത്തിന് വണ്ടി വരേണ്ട സമയമായി, അദ്ദേഹം പോയിക്കോട്ടെ. ഞാൻ കുട്ടികളോട് ചോദിച്ചു, ഒരു ഫുട്ബോളിന് എന്താണ് വില? അപ്പോൾ അവർ പറഞ്ഞു, ഒരു 350 രൂപ വരും. ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നും 400 രൂപ എടുത്ത്, ഈ പണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പന്ത് വാങ്ങി ബില്ലും വാങ്ങി ബാക്കി പണവും എനിക്ക് തരണം, അത് നാളെ മതി. അപ്പോൾ ആ ടിൻറ്റുവന്മാരുടെ മുഖങ്ങൾ ഒന്ന് കാണേണ്ടതായിരുന്നു. ഓരോരുത്തരും സ്വയം ഫുട്ബോളായി തുള്ളിച്ചാടാൻ തുടങ്ങി. ഓരോരുത്തരുടെ കണ്ണിലും 1000 സൂര്യൻ ഉദിച്ച പോലെ. കുട്ടിക്കാലം എത്ര മനോഹരവും നിഷ്കളങ്കവുമാണ്. സംവിധായകൻ ഭരതൻ്റെ ഏതോ ഒരു സിനിമയിലൊരു ഗാനം എൻ്റെ മനസ്സിൽ വന്നു. കാലം കുഞ്ഞു മനസ്സിൽ ചായം പൂശി കണ്ണിൽ പൂത്തിരി കത്തിച്ചിറകമുളച്ചു. കാലം ഇതാണ് കാലം, കാലം ഇതാണ് കാലം, കാലം ഇതാണ് കാലം. ചില ദിവസങ്ങളിൽ വണ്ടി വല്ലാതെ ലേറ്റാകും. റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു കോർണറിൽ ഞാൻ ഏകനാകും, ആകെ കൊതുമയവും. അപ്പോൾ ഞാൻ അടുത്തുള്ള ബാപ്പു വൈദ്യരുടെ പീടിയിൽ ചെന്നിരിക്കും. അതിനടുത്ത് പാണി മാസ്റ്ററുടെ ഒരു കുടുംബക്ഷേത്രവുമുണ്ട്. വൈദ്യരും ഞാനും നല്ല ചങ്ങാതിമാരാണ്. ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കാറുണ്ട്. അസാധാരണ ആർജവമുള്ള ഒരു വ്യക്തിയായിരുന്നു ബാപ്പു വൈദ്യർ. അദ്ദേഹത്തിൻ്റെ മരുന്ന് പീടികയിൽ ദശവിലാക്ഷത്തിൻ്റെയും മറ്റു നല്ല മരുന്നുകളുടെയും ധാരാളം കുപ്പികൾ കാണാം. ഒരിക്കൽ ഞാൻ അവിടെ ഇരിക്കെ ഒരാൾ വന്ന് ഒരു കുപ്പി ദശവിലാക്ഷൻ ആവശ്യപ്പെട്ടു. വൈദ്യർ ഉടനെ ഇല്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ കുറേ ദൂരെ എത്തിയപ്പോൾ ഞാൻ വൈദ്യരോട് ചോദിച്ചു, വൈദ്യരെ, ആ കാണുന്ന കുപ്പികളിലൊക്കെ ദശവിലാക്ഷം ഉണ്ടല്ലോ, ഇതിനെന്താ അയാൾക്ക് കൊടുക്കാത്തത്? അപ്പോൾ വൈദ്യർ പറഞ്ഞു, അത് ഞാൻ ചികിത്സിക്കുന്ന എൻ്റെ രോഗികൾക്ക് മാത്രമുള്ളതാണ്. അദ്ദേഹം കൂട്ടിച്ചേർത്തു, മാഷേ, ദശവിലാക്ഷം ഉണ്ടാക്കുവാൻ 10 പ്രധാന മൂലകങ്ങൾ, അതായത് വേരുകൾ വേണം. അപ്പോൾ ഈയിടെയായിട്ട് കള്ളക്കച്ചവടക്കാർ 2-4 വേരുകൾ കിട്ടിയാൽ ദശവിലാക്ഷം ഉണ്ടാക്കും. അതുകൊണ്ട് ഒരു രോഗവും മാറില്ല, കാരണം അത് ദശവിലാക്ഷമേ അല്ല. ചില വൈകുന്നേരങ്ങളിൽ ഞാനും വൈദ്യരും കൂടി തിരുവിവേകപ്പുറ വരെ നടക്കും, ഓരോന്നും പറഞ്ഞുകൊണ്ട്. തികച്ചും അവിശ്വസനീയമായ ഒരു ഭൂതകാലത്തിനുടമയായിരുന്നു അദ്ദേഹം. ഇരുമ്പിളിയത്തെ അതിപ്രശസ്തമായ പെരിങ്ങോട്ട് തൊടിയിലെ ഒരംഗം. കോട്ടക്കൽ ആര്യശാലയിലാണ് അദ്ദേഹം വൈദ്യം പഠിച്ചത്. രാവിലെ ഇരുമ്പിളിയത്തിൽ നിന്ന് 38 കിലോമീറ്റർ കോട്ടക്കലേക്കും വൈകുന്നേരം തിരിച്ചും കാൽനടയായിട്ടാണ് അദ്ദേഹം പഠിച്ചത്. അന്ന് ബസ്സും വാഹനങ്ങളും ഉണ്ടായിരുന്നില്ല അത്രേ. കൂടെ കുറച്ച് കൂട്ടുകാരും ഉണ്ടായിരിക്കും, അത്രമാത്രം. ഇക്കാലത്ത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? മെലിഞ്ഞു 6 അടി ഉയരമുള്ള വൈദ്യർ ഇന്നും നല്ല ആരോഗ്യവാനായിരുന്നു. നടത്തത്തിൻ്റെ ഒരു ഗുണമായിരിക്കാം. ഇരുമ്പിളിയത്തെ പെരിങ്ങോട്ട് തൊടിയെ പോലെ തന്നെ പ്രശസ്തമായ ഒരു വൈദ്യ കുടുംബമായിരുന്നു വളാഞ്ചേരിയിലെ കാട്ടിപ്പരുത്തി ചങ്ങമ്പള്ളി വൈദ്യ കുടുംബം. ഏതാണ്ട് 50 വർഷം മുമ്പ് മരിച്ചുപോയ പരിപൂർണ അന്ധനായിരുന്ന അബൂ ഗുരുക്കളുടെ കഥ കേട്ടാൽ നാം ശരിക്കും ഞെട്ടിപ്പോകും. എല്ലു ചികിത്സയിലും നാഡീ ചികിത്സയിലും കടികിട തെറ്റാത്ത അഗ്രഗണ്യനായിരുന്നു അബൂ ഗുരുക്കൾ, അന്ധനായിട്ട് കൂടി. 1956 EMS നമ്പൂരിപ്പാടിന്റെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പ്രശസ്തനായ ജോസഫ് മുണ്ടശ്ശേരി. ഒരിക്കൽ അദ്ദേഹം സെക്രട്ടേറിയറ്റിലെ കോണിപ്പടിയിൽ നിന്ന് വീണ് ശരീരം മുഴുവൻ തകർന്നു, ഗുരുതരാവസ്ഥയിലായി. അദ്ദേഹത്തിന്റെ മകളും മകളുടെ ഭർത്താവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരായിരുന്നു. ആ ചികിത്സ കൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. മുണ്ടശ്ശേരിയെ സർക്കാർ സോവിയറ്റ് യൂണിയനിലെ പ്രശസ്തമായ ക്രിമിയൻ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ചു. ഒരു ഫലവും ഉണ്ടായില്ല. തിരുവനന്തപുരത്ത് വെച്ച് ആരോ അദ്ദേഹത്തെ ഉപദേശിച്ചു അത്രേ, വളാഞ്ചേരിയിൽ ഇങ്ങനെ ഒരു അസാധാരണ വൈദ്യനുണ്ടെന്ന്. അതനുസരിച്ച് അദ്ദേഹം രാത്രി വണ്ടിക്ക് കുറ്റിപ്പുറത്ത് ട്രെയിൻ ഇറങ്ങി. കേരള സ്റ്റേറ്റ് കാറിൽ വളാഞ്ചേരി ചങ്ങമ്പള്ളിയിലെത്തി. അബൂഗുരുക്കൾ തീർത്തും അന്ധനായിരുന്നതിനാൽ രോഗി മന്ത്രിയാണോ ആണാണോ പെണ്ണാണോ ഒന്നും അറിയില്ലായിരുന്നു. അദ്ദേഹം മുണ്ടശ്ശേരിയെ സാഷ്ടാംഗം പരിശോധിച്ച ശേഷം നട്ടെല്ലിൻ്റെ
7ാമത്തെ കശേരുവിൽ ഒരു ദ്വാരമുണ്ട്, അവിടെ ഒരു ചതവും വന്നിട്ടുണ്ട്. അതിനുള്ള ഉചിതമായ ചികിത്സ ഞാൻ നിർദ്ദേശിച്ചു തരാം. റഷ്യയിലും ഇന്ത്യയിലും എടുത്ത എക്സ്റേ ചിത്രങ്ങളിൽ ഈ കാര്യം തന്നെ വളരെ വ്യക്തമായിരുന്നു. പക്ഷേ നമ്മുടെ അബൂഗുരുക്കൾ ഇതെല്ലാം കണ്ടുപിടിച്ചത് യാതൊരു ആധുനിക സംവിധാനവും ഉപയോഗിക്കാതെയായിരുന്നു. ശ്രീ ജോസഫ് മുണ്ടശ്ശേരി തൻ്റെ ആത്മകഥ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് കൊഴിഞ്ഞ ഇലകൾ എന്നാണ്. അതിലെ 76ാമത്തെ പേജിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം വായിക്കാവുന്നതാണ്. ഭാരതവർഷത്തിലെ പൂർവരാമുഷീന്ദ്രന്മാർ പാരിലുള്ള അടിക്കല്ല് പാർത്തു കണ്ടറിഞ്ഞവർ.